നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പാലക്കാട് നഗരമധ്യത്തിൽ തിരക്കുള്ള റോഡിൽ ഒരു മുസ്ലിം സ്ത്രീ നിസ്കരിക്കുന്ന ദൃശ്യം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. പെട്ടെന്ന് ആ കാഴ്ച കാണുന്നവർക്ക് അതൊരു അസ്വാഭാവികമായ കാര്യമായി തോന്നാം. പലരും അവരെ മാനസിക രോഗി എന്ന് വിളിച്ച് പരിഹസിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ എന്തിനാണ് ആ സ്ത്രീ അത്തരമൊരു പ്രവൃത്തി ചെയ്തതെന്ന് ആരും അന്വേഷിച്ചില്ല. യാഥാർത്ഥ്യം തിരയുമ്പോഴാണ് അവർ അനുഭവിക്കുന്ന വലിയൊരു അനീതിയുടെ കഥ പുറത്തു വരുന്നത്. കോയമ്പത്തൂർ സ്വദേശിയായ അനീസ എന്ന സ്ത്രീ അത്. ഭർത്താവ് മരിച്ചുപോയ അനീസയ്ക്ക് 2 മക്കളുണ്ട്. ഭർത്താവിന്റെ മരണശേഷം അദ്ദേഹത്തിന് അവകാശപ്പെട്ട സ്വത്തുക്കൾ അനീസയ്ക്കും മക്കൾക്കും നൽകാതെ ഭർത്താവിന്റെ സഹോദരന്മാർ തട്ടിയെടുത്തു എന്നാണ് അവരുടെ പരാതി. ഒരമ്മയും 2 മക്കളും ജീവിക്കാൻ വഴിയില്ലാതെ നിൽക്കുമ്പോഴാണ് തങ്ങൾക്ക് അർഹതപ്പെട്ട സ്വത്ത് ബന്ധുക്കൾ വീതം വെച്ചെടുത്തത്. നിയമപരമായ വഴിയിലൂടെ നീതി തേടിയിട്ടും ഫലമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് അവർ ഇത്തരമൊരു പ്രതിഷേധം തിരഞ്ഞെടുത്തത്. ഒരു സാധാരണക്കാരിയായ അനീസയ്ക്ക് തന്റെ വിഷയം ലോകം അറിയിക്കാൻ മറ്റു വഴികൾ അറിയില്ലാത്തതുകൊണ്ടാവാം നടു റോഡിൽ നിസ്കരിക്കുക വഴി ജനശ്രദ്ധ പിടിച്ചുപറ്റാനും അതുവഴി തന്റെ സങ്കടം അധികാരികളുടെ മുന്നിൽ എത്തിക്കാനുമാണ് അവർ ശ്രമിച്ചത്. പോലീസ് വരട്ടെ, എനിക്ക് നീതി വേണം എന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. തന്റെ ഈ പ്രതിഷേധം രാഷ്ട്രീയമായോ വർഗീയമായോ ആരെങ്കിലും ഉപയോഗിക്കാമെന്ന് ചിന്തിക്കാനുള്ള സാങ്കേതിക അറിവൊന്നും ആ പാവ സ്ത്രീക്കില്ല. തന്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു അമ്മയുടെ നിലവിളിയായിരുന്നു അത്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും നടത്തുന്ന റാലികളും പ്രകടനങ്ങളും എത്രയോ സമയം ഗതാഗതം തടസ്സപ്പെടുത്താറുണ്ട്. അപ്പോഴൊന്നും കാണിക്കാത്ത അസഹിഷ്ണുത നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന ഈ സ്ത്രീയോട് കാണിക്കരുത്. അവർ തിരഞ്ഞെടുത്ത രീതി തെറ്റാണെന്ന് വാദിക്കുന്നവർ പോലും അവർ എന്തിനാണ് അത് ചെയ്തത് എന്നുകൂടി ചിന്തിക്കണം. അനീസയുടെ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തി അവർക്ക് അർഹമായ സ്വത്ത് തിരിച്ചു നൽകി നീതി ഉറപ്പാക്കുകയാണ് അധികാരികൾ ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.